എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അധികാരത്തിൽ വന്നിട്ടുള്ള UDF ഗവൺമെന്റ് പല കാര്യങ്ങളും ജനവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കും. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കും. അധികാരത്തിൽ വന്ന ഉടനെ ഒരു നിയന്ത്രണവുമില്ലാത്ത നിലയിൽ, വഴിവിട്ട നിലയിൽ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. താൻ വന്ന വഴി ഏതാണെന്ന് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? വിമാനത്താവളത്തിനകത്ത് കയറിയിട്ട് ഇത് പ്രതിഷേധമാണ്, ഇത് ഭീകര പ്രവർത്തനമാണ്. ഞാനീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും അത് ചെയ്യുന്നില്ല. ഭീകരന്മാർ നടത്തിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതാണ് നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയത്. ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത സംഭവം. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇത് വിമാനത്തിൻ്റെ അകത്ത്, മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനത്തിൻ്റെ അകത്ത് കയറി ഈ ഒരു ആക്രമണോത്സുകമായ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുമ്പോൾ ആക്രമിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ചാടി വരികയല്ല. അപ്പോൾ അത് കൃത്യമായും അത് പോലീസ് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാകുന്ന കാര്യമാണ്. അത് പോലീസ് അന്വേഷണം നടത്തി പോലീസ് അതിൻ്റെ മേലെ ഇവരുടെ ലക്ഷ്യം ഇതായിരിക്കണം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? കോടതി ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ്, നീതിന്യായ പീഠമാണ്. ആ നീതിന്യായ പീഠത്തിന് ഒരാളെ പേര് കേസെടുക്കണമെന്ന് പറയാൻ ധാർമ്മികമായി സാധിക്കില്ല. ഞാൻ ഇങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നത്, കേരളത്തിലെ UDF ഗവൺമെൻറ്, ആ ഗവൺമെൻറ് പ്രധാന കക്ഷിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് സംഘടിപ്പിച്ചൊരു പരിപാടിയായിരുന്നു ഈ ആക്രമണം. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഈ ആക്രമണം അവർ സംഘടിപ്പിച്ച പരിപാടിയാണ്. ആ അക്രമികളെ പ്രേരിപ്പിച്ചത് കോൺഗ്രസ്സാണ്. അവർക്ക് അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടാകാം. ആ ബാധ്യതയുടെ ഭാഗമായിട്ടാണ് അവർ ജുഡീഷ്യറിയെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇൻഡിഗോ യഥാർത്ഥത്തിൽ ഈ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. ആ നടപടി സ്വീകരിക്കുന്നതിൽ BJP ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് ചില ഇടപെടലുണ്ടായി. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള എന്തൊരു കൂടിയ വാക്കുകളാണ്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുന്ന ആള് വിമാനത്തിനകത്താണോ കൊല്ലാൻ നോക്കുക? അത് സാധ്യമാണോ? ആരെ കൊല്ലാൻ വിചാരിച്ചാലും. കാരണം അവിടെ എത്ര സുരക്ഷിതമായ രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ചിന്തിക്കൂലെന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോ അത് വെറുതെ, അതായത് കരിങ്കൊടി കാണിക്കുക, കറുത്ത കുപ്പായം ഇടുക, കറുത്ത മുഖാവരണം ധരിക്കുക തുടങ്ങിയുള്ളത് പോലും അദ്ദേഹത്തിന് ചതുർത്ഥിയായി. രാഘവൻ പറഞ്ഞത് വാസ്തവം. EP ജയരാജൻ അതിനെപ്പറ്റി എന്താ പറയുന്നത്? നവകേരള സദസ്സിന്റെ മുമ്പിൽ, നവകേരള യാത്രയുടെ മുമ്പിൽ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് അതിൽ തല്ലുകൊണ്ട് ശ്രീ തോമസ് ഇപ്പൊ അവിടെ MLA ആയി. നീതി എന്നുള്ളത് ആർക്കും അവകാശപ്പെട്ടതാണ്. അതിൻ്റെ പുറത്തിപ്പോൾ നമ്മുടെ കാലത്തെ വളരെ തമാശയുള്ള ഒരു കള്ളം പറഞ്ഞ കേസല്ലേ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ കൊല്ലാൻ പോയി എന്ന് പറയുന്നത്? അത് ആരാ പറയുന്നത്? ഞാൻ അമ്പരന്ന് പോയി. നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കർ പറയാണ്, പിന്നെ മുഖ്യമന്ത്രി പറയാണ്, നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അത്യാനന്തര കാലം എന്നുള്ള നമ്മുടെ ഇന്നത്തെ ഒരു പറച്ചിലുണ്ടല്ലോ, അതിന്റെ ഒന്നാം തരം ഉദാഹരണമാണ് ആ ശ്രീമതി വീണ ജോർജിനെ കൊല്ലാൻ പോയത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും 3 മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 30ഓളം പോലീസുകാരുടെ നടുവിൽ നിൽക്കുന്ന മന്ത്രിയെ 4-5 ചെറുപ്പക്കാര് കൊല്ലാൻ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. കറുത്ത കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ 10-15 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പൊ ഈ കുട്ടികൾ ഇപ്പൊ 4 കൊല്ലമായിട്ട് കഷ്ടപ്പെടുന്നു പറയുന്നു. അപ്പം എതിരായിട്ടൊരു വാക്ക് മിണ്ടിപ്പോവരുത്, അത് നീയൊക്കെ അനുഭവിക്കും എന്നുള്ളതാണ്. പ്രശ്നമാക്കണ്ടെന്നോ? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യം തുടക്കം വെക്കുന്നത്. പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള നീതി ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതിന് നമുക്ക് എത്രയെങ്കിലും ഉദാഹരണമുണ്ട്. ഏറ്റവും ചെറിയൊരു കാര്യമായിരുന്നില്ലേ 2022 എന്ന എന്റെ ഓർമ്മ, ആ ഹർഷനെ ഉന്നയിച്ച പരാതി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഒരു സ്ത്രീയുടെ വയറ്റിനകത്ത് കത്രിക വെച്ചു എന്ന് അവര് മാസങ്ങൾ കഴിഞ്ഞ് മനസ്സിലാക്കി അവരത് പരാതിയായിട്ട് വരുന്നു. നടപടി എടുക്കാലോ, എടുത്തില്ല. 4 കൊല്ലം അവര് റോട്ടിലായി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഏതൊക്കെ കേസ്? ഇപ്പൊ വാളയാർ കേസ് 2017 അത് CBIക്ക് വിടുന്ന എല്ലാവരും പറഞ്ഞു. അത് കുറെ കാലം പിടിച്ചു വെച്ചു, CBIക്ക് വിട്ടു.
13ഉം 9ഉം വയസ്സായ പെൺകുട്ടികളുടെ അമ്മ കൂടി അതിൽ പ്രതിയാണ്. ആയിക്കോട്ടെ, അമ്മ പ്രതിയാണ്, അത് തെളിയിച്ചാൽ മതിയല്ലോ. അമ്മ പ്രതിയാണെന്നോ അല്ലാന്നോ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല, പൗരാവകാശ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. അപ്പോ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസ് ആലോചിച്ച് നോക്കൂ. അവരെന്താ പറഞ്ഞത്? CBIക്ക് ഇവിടെ എന്താ പറഞ്ഞത്? അതിപ്പോ വിട്ടു. അപ്പോ അതുവരെ എന്തിനാണ് പിടിച്ചു വയ്ക്കുന്നത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ഞങ്ങൾക്കെതിരായിട്ട്, അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാനോ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ പറ്റാത്ത ഏതോ വിശുദ്ധമായ രാജപദവിയാണ് എന്ന തരത്തിൽ മനസ്സിലാക്കി. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ. വിമാനത്ത് കയറുമ്പോ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ബാഗും മുഴുവൻ സ്കാൻ ചെയ്തിട്ട് അവർ കയറ്റുക. ഒരു നഖം വെട്ടി പോയിട്ട് ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ആയുധമില്ലാതെയാണോ മുഖ്യമന്ത്രിയെ കൊല്ലാൻ പോകുന്നത്? അത്ര സില്ലിയാണ് ആ വാദങ്ങൾ. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. കോൺഗ്രസ് എങ്ങനെ എവിടെ സമരം ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുക. അതിലിപ്പോ നിയമപരമായി വല്ല തെറ്റുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കുക, ഒരു തിരക്കെടുമില്ല. അവരിപ്പോ വിമാനത്തിൽ കയറി എന്ന് പറയാൻ പാടില്ല എന്ന് നിയമം ഉണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പോൾ റോട്ടിൽ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോഴും തല്ലി തല പൊളിച്ചല്ലോ. അപ്പൊ വിമാനത്തിലെ മാത്രം കാര്യമല്ല. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ പോകുന്ന കാറിന്റെ പിറകില് മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. എന്നെ സംശയിക്കരുത്. ആ കൊന്നത് ആരാണ് എന്ന് എല്ലാവർക്കും പിന്നെ മനസ്സിലായല്ലോ. കോടതി തന്നെ പറഞ്ഞല്ലോ. കോടതി പറഞ്ഞാൽ ഇവർ കേൾക്കൂല. എന്താണ്? ഇപ്പൊ കുഞ്ഞനന്തൻ ആ കേസിൽ പ്രതിയാണ് എന്ന് കോടതി സ്വീകരിച്ച് അംഗീകരിച്ച് അദ്ദേഹത്തെ ശിക്ഷിച്ചു. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് ഒരു മഹാത്മാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി അദ്ദേഹത്തെ കൊണ്ടാടിയത്. സ്ക്രീൻഷോട്ട് 2024 അത് അന്നേ എല്ലാവർക്കും വ്യക്തമായിരുന്നു. ഇപ്പൊ അത് ആളെ അറസ്റ്റ് ചെയ്തു. അതിൽ നിന്നൊന്നും പഠിച്ചില്ല. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരായിട്ട് മതവികാരം ഉപയോഗിക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിച്ചു എന്നായിരുന്നല്ലോ അന്നത്തെ വലിയ പ്രചാരവേല. അപ്പൊ കാഫർ ഷോട്ട് ആരാണ്? പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയ കക്ഷികളാ. ഇതിൽ നിന്നൊന്നും പഠിക്കാനായിട്ടാണ് പേരാമ്പ്രയിൽ നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ TP രാമകൃഷ്ണനെതിരായിട്ട് ശ്രീമതി ഫാത്തിമ തൈലിയെ മത്സരിക്കുമ്പോ കൗമിന്റെ കുട്ടി എന്ന് പറഞ്ഞു ₹1,00,000 പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടും. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.